ഓറഞ്ച്, മുന്തിരി, മാങ്ങ, ചക്ക, പേര. ഇന്ന് ഏതുണ്ടാക്കും? ചക്ക തന്നെ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ തുടങ്ങിയാലോ? ഈ ഓറഞ്ച്, മുന്തിരി, മാങ്ങ, ചക്ക എന്നെല്ലാം ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നമ്മുടെ കോഫിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമാർന്ന ഒരുപാട് രുചികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നും ഇമ്പോർട്ട് ചെയ്ത കോഫി ബീനുകളോ മറ്റ് ചേരുവകൾ ചേർത്ത് ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ല കേട്ടോ. നമുക്ക് അനുയോജ്യമായ കോഫി ബീൻ തിരഞ്ഞെടുക്കുന്നതിലൂടെയും അതുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന രീതികളിലൂടെയുമാണ് കോഫിയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിനായി ഞാൻ കോഫി പൊടിച്ചിട്ട് ഫിൽറ്ററിലേക്ക് ഇട്ടതിന് ശേഷം ഡയറക്റ്റായി വെള്ളം അതിലേക്ക് ഒഴിച്ചല്ല ഈ കോഫി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഓരോ കോഫികൾ അനുസരിച്ചും നാം ഉണ്ടാക്കുന്ന രീതികളിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മെ ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങൾ ടേസ്റ്റിലുണ്ടാകും. ഞാൻ ഈ കോഫിയുടെ രുചികളെക്കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫിയിൽ അത്രമാത്രം വൈവിധ്യങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അത് ആസ്വദിക്കാൻ റെഡിയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം കോഫി ആയാലോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.